വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. തോന്നുമ്പോൾ ഞാൻ തോന്നുന്നു ചെയ്യും. എവിടെയോ ചാള ഉറക്കുന്നുണ്ട് കഴിച്ചു. ഫുഡ് പൂരി അല്ല, ഇതിങ്ങനെയാണ് ഞാൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളങ്ങ് ക്ഷമിക്കുക, ഓക്കെ? അപ്പോൾ പകുതി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. വെറുതെ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ വീഡിയോ എടുത്തിട്ടിട്ടല്ലേ കാര്യമുള്ളൂ. സോ ഞാൻ വിചാരിച്ചു എന്നാൽ അത് ചെയ്യാമെന്ന്. സോ അപ്പോൾ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യുദ്ധക്കളാണ് ഗൈസ്, യുദ്ധക്കളം. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓഫ് കോഴ്സ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് ഇടണമല്ലോ. നീ അതും പറഞ്ഞുകൊണ്ട് ആരും വരണ്ട. രാവിലെ എണീറ്റ വഴി ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് കിടന്നു. ഞാൻ കുറേ പേരുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, ബിക്കോസ് എനിക്ക് ആകെ 244 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതിലും കൊണ പറയുന്ന ഒരു പരട്ട സാധനമുണ്ട്. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. മിക്കവാറും ഈ വീഡിയോ ഇട്ട് ചെയ്യുമ്പോൾ ആ കൊണ അതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ഇടും. കുഴപ്പമില്ല, നെഗറ്റീവ് കമൻറ്റ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ റിയലാണ്. മറ്റേ വീഡിയോസിലൊക്കെ റീലാണ്, ഓക്കെ? അങ്ങനെയല്ലേ പറയല്. ഐബ്രോ ഒന്നും ഞാൻ ഫില്ല് ചെയ്തിട്ടില്ല. ഇതിൻ്റെ റോ വേർഷനാണ്, ഓക്കെ? അപ്പം ഇനി ഇതിന് കുറ്റം പറഞ്ഞുകൊണ്ട് ആരും വരില്ല. ഇത് ഇങ്ങനെയാണ് ഞാൻ, ഓക്കെ? മനസ്സിലായോ? അതിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ഇവരാരും എന്നെ കിടത്തി ഉറക്കിയില്ല. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമായിരുന്നു, സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പൂരി ഇങ്ങനെ പ്രസ് ചെയ്ത് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചുടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതൊക്കെ ചുട്ട് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുവാണ്. കറി ഉണ്ടാക്കിയെന്ന് തോന്നണം. ഓരുണ്ടാക്കി. ഞാൻ ഇച്ചിരി തേങ്ങ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതങ്ങോട്ട് മിക്സ് ആയില്ല. സോ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് മാറി നിൽക്കാൻ കൊടുത്തു. തേങ്ങ അടിക്കാൻ പോലും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ പുച്ഛിച്ചങ്ങ് മാറ്റി നിർത്തി. അതുകൊണ്ട് പുള്ളി തന്നെ ചെയ്തു. ഇപ്പം എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കാലിൽ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് വിയേർഡായിട്ട് തോന്നും. ഇതെന്താ എന്ന് തോന്നും. എൻ്റെ കാലിൽ വിരലിൻ്റെ സൈഡിൽ ഒരു പഴുപ്പ് വന്നിട്ടുണ്ട് ഗൈസ്. കുഴിനഖമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുഴിനഖമാവാൻ ചാൻസ് ഇല്ല. എനിക്ക് പൊതുവേ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട് കുഴിനഖം. എല്ലാം തോന്നുന്നു. ഞാൻ നെയിൽ പോളിഷും മൈലാഞ്ചിയൊക്കെ ഇട്ട് നോക്കി, പക്ഷെ അത് ആ പഴുപ്പങ്ങ് ഇറങ്ങി പോണില്ല. പിന്നെ ഉപ്പുവെള്ളമൊക്കെ ഇടണമെന്ന് വിചാരിച്ചാണ്, ബട്ട് അത് നടന്നില്ല. ബട്ട് ഞാൻ എൻ്റെ സ്വന്തം രീതിക്ക് ഈ സാധനം ഞാൻ ഓപ്പറേറ്റ് ചെയ്തെടുത്തു വിത്ത് ദിസ് വെപ്പൺ. ഈ പിന്നും നെയിൽ കട്ടറും വെച്ചിട്ട് ഞാൻ ആ പഴുപ്പ് മൊത്തം കുത്തിയെടുത്തു. അതിൻ്റെ അവശിഷ്ടങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം. ഫസ്റ്റ് വീഡിയോ തന്നെ നിങ്ങൾക്ക് വിയേർഡായിട്ട് തോന്നരുത്. ഇതൊക്കെ നമ്മുടെ ഇതിൽ നടക്കുന്ന കാര്യമാണ്. എന്താ കാണിക്കാമെന്ന് വിചാരിച്ചു, അത്ര തന്നെ. സോ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ പഴുപ്പ് കുത്തിയെടുത്ത് തുടച്ച് വെച്ചിരിക്കുന്നതാണ്. എൻ്റെ കാലിൻ്റെ അവസ്ഥ നല്ലപോലെ ഇതായിട്ടുണ്ട്. ബട്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ഞാൻ കുറച്ച് പഴുപ്പ് എടുത്ത് കളഞ്ഞു. ഇനിയും കുറച്ച് കുട്ടച്ചി പഴുപ്പ് അവിടെ ഇപ്പുണ്ട്, എടുത്ത് കളയണം. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അവിടെയൊക്കെ എവിടെ വേണമെങ്കിലൊക്കെ ഉണ്ട്. അതിനെയൊക്കെ വിളിച്ചു വിട്ടിട്ട് ഫുഡ് കഴിക്കണം. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഞാനങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിനെന്തെങ്കിലും സ്റ്റാൻഡ് എന്തെങ്കിലും മേടിക്കണം. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും കയ്യിൽ നിന്ന് ചാടിപ്പോവും. ബൈ ദ വേ, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞടുക്കള. മമ്മിക്ക് OCD ഉള്ള കാരണം എടുത്ത സാധനം എടുത്തെടുത്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ കട്ടയും വളയും മടങ്ങും. സോ ഗൈസ്, ഇതെനിക്ക് അഗ്വേന്ന് കിട്ടിയ മൊമെൻറ്റോ ആണ്. താങ്ക് യു. അച്ഛൻ അവിടെ സ്റ്റൂ കറി ഉണ്ടാക്കുവാണ്. ഞാൻ വിചാരിച്ചു അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും ഇരുന്നേന്ന്. പക്ഷെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഹെൽപ്പ് ചെയ്യും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ റീസെൻ്റ് അല്ല കേട്ടോ, 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന്, കാണുന്നുണ്ടോ എൻ്റെ കൈ വേദനെടുക്കുന്നത്, 2-3 മാസം മുമ്പ് ഓൺലൈനിൽ നിന്ന് താമരയുടെ കുറച്ച് സീഡ് മേടിച്ചായിരുന്നു ആമസോണിൽ നിന്ന്. ഞാൻ വിചാരിച്ചതൊന്നും പിടിക്കില്ലാന്ന്. കാരണം ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന വിത്തുകളൊക്കെ നട്ട് കഴിഞ്ഞാൽ പിടിക്കില്ല എന്നാണ് പൊതുവേ എൻ്റെ ഒരു നിഗമനം. ബട്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ സാധനം ഗ്രോ ആയിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം പറഞ്ഞു വിടും എന്തെങ്കിലും ഒരു പണിക്ക്. കറിവേപ്പില എടുക്കാൻ പറഞ്ഞു വിട്ടാണ് ഗൈസ്. നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാമോ തന്നെ. നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് കറിവേപ്പില പറിക്കാൻ വേണ്ടി പോകാം.
ഇതാണ് ഞങ്ങളുടെ കറിവേപ്പില മരം. ഫോണും എല്ലാം കൊണ്ടും പിടിച്ച് പറിക്കാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ കാരണം. പട്ടിക്കുണ്ടായ കറിവേപ്പില ഒന്ന് പറയൊന്ന് ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്കിങ്ങനെ കടിച്ചെടുക്കാം. അത്രയുള്ള കാര്യം. കറിവേപ്പിലേക്ക് വേണ്ടി ഒരാളോട് വെയിറ്റ് ചെയ്യുക, മിക്കവാറും എന്നെ തല്ലിക്കൊല്ലും. സോ നമ്മൾ കറക്റ്റായിട്ട് കറിവേപ്പില പ്ലക്ക് ചെയ്തിരിക്കുകയാണ്, പറിച്ചിരിക്കുകയാണ്. എന്നാ കഴുകണ്ടേ? നേരത്തെ പറഞ്ഞു വന്നത് എന്താ, ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച സാധനം ഗ്രോ ആയി ഫൈനലി. കാണിച്ചു തരാം. താമരയാണ്. ഞാനിതിൽ ഒരു പാക്കറ്റിലൊരു 25-24 വൈറ്റ് വെറൈറ്റീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഏതാണെന്ന് അറിഞ്ഞില്ല. നമ്മൾ ചറപറ കുറച്ചൊരു 10 എണ്ണമൊക്കെ എടുത്ത് നട്ടു. ഫൈനലി അതിൽ പൂ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, ഉണ്ടായല്ലോ. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. ബട്ട് ഇറ്റ് ഗ്രോസ്. കാണാവോ? കൊള്ളാം. രാവിലത്തെ നമ്മുടെ ഫുഡ് പൂരിയും പൂരിയും എന്താ ഈ സാധനം, സ്റ്റൂ ആണ് ഗൈസ്. നേരത്തെ 4 പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് കേൾക്കുന്നുണ്ടല്ലോ. വെച്ചോണ്ട് എങ്ങനെ പോകെടുക്കാൻ എനിക്കറിഞ്ഞൂടാ. ചോറാണ് കണ്ടമാനം ചോറായി പോയിരുന്നു. ചായയിൽ ഞങ്ങൾ പഞ്ചസാര ഇട്ട് കഴിക്കാറില്ല, അതുകൊണ്ടാണ് എൻ്റെ മൂഞ്ചി എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടത്. പാൽ ചായയിൽ വേണമെങ്കിലും പാലിലാണെങ്കിലും ഇവിടെ പഞ്ചസാര ഇട്ട് തരില്ല. അച്ഛൻ ഓൾറെഡി ഷുഗറുണ്ട്. ഇനി എനിക്ക് വന്നാലോ എന്ന് ഓർത്തിട്ട് മമ്മി പണ്ട് തൊട്ടേ എനിക്ക് പാൽ ചായയിലും പഞ്ചസാര ഇട്ട് തരില്ല. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ നിന്നപ്പോൾ അവരിങ്ങനെ പഞ്ചസാര ഇട്ട് തന്നെ കാരണം എനിക്കത് ഇഷ്ടമായി. ഓക്കെ, ഇവിടെ വന്നപ്പോൾ പിന്നെയും ബാക്ക് ടു പഞ്ചസാര ഇല്ലാത്ത ചായ ഞാൻ കുടിക്കേണ്ടി വന്നു. അതുകൊണ്ട് യക്ക് എന്നപോലെ ഉണ്ട്, ബട്ട് എന്നാലും പഞ്ചസാര ഇടാറില്ല. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, ഞാൻ പലരുടെ അടുത്തും പലതും പറയും. ഞാൻ അത് ചെയ്യും, വീട്ടിലിത് ചെയ്യും, മറ്റു ചെയ്യും, മറിച്ച് ചെയ്യുന്നു. എല്ലാം നുണയാണ്. എനിക്ക് തോന്നുമ്പോൾ ഞാൻ തോന്നുന്നത് ചെയ്യും. അപ്പോൾ ഇനി എന്താ പരിപാടി? ഇനി കുറച്ച് റെസ്റ്റാണ്. ഓക്കെ, ഞാൻ കുറച്ച് ഇങ്ങനെ റെസ്റ്റ് എടുക്കും. പൊതുവേ ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും, എൻ്റെ കട്ടിലെപ്പോഴും കിടക്കും, എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അത് തന്നെ ഫോൺ എടുത്താലും റീൽസൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഈ ഫോൺ എടുത്ത് തോണ്ടിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എൻ്റെ വീടും പരിസരവും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ, ആണ് എൻ്റെ വീട്. ഇതാണ്ട് ഇരിക്കുന്നു എൻ്റെ ഡാഡി. ഇതാണ് വീട്, ഇതാണ് പരിസരം. ഓക്കെ, കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓഹ് റിച്ചാന്ന്. പക്ഷെ റിച്ചൊന്നും അല്ല കേട്ടോ. ആയ കാലത്ത് ഡാഡി സമ്പാദിച്ചുകൊണ്ട് ഇങ്ങനൊരു നല്ല വീട് എനിക്ക് കിട്ടി. ഇതാണ് റോഡ്, നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. ഈ വഴി അങ്ങ് പോകുമ്പോൾ അവിടെയാണ് മെയിൻ റോഡ്. ഫസ്റ്റ് ടൈം വ്ലോഗ് എടുക്കണ കാരണം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ പകുതി ഇവിടെയൊക്കെ വെച്ചായിരിക്കും കാണുന്നത്. എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്നൊക്കെ. അച്ഛനും അമ്മയും കൂടെ ഉച്ചത്തേക്കുള്ള കറികൾ റെഡിയാക്കുവാണ്. ചിക്കൻ എന്തോ സംതിങ് ആണ്. സോ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെടുത്ത് എറിയും. നീ പ്രഗ്നൻ്റ് അല്ലേ? അപ്പം നീ റെസ്റ്റ് എടുക്കണ്ടേ? ഇങ്ങനെ നടക്കാമോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആള്? കൺഗ്രാറ്റുലേഷൻ. നോക്ക്, നമ്മുടെ ഫസ്റ്റ് വ്ലോഗാറ്റ്. ഫസ്റ്റ് വ്ലോഗ്. സുന്ദരിക്കോത പ്രഗ്നൻ്റ് ആണ് ഗൈസ്. ആക്ച്വലി എൻ്റെ പൂച്ചയല്ല കേട്ടോ, അപ്പുറം വീട്ടിലെ പൂച്ചയാണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കറി ചിക്കനാണ്. ആളവിടെ നിന്ന് സവാള അരിയാണ്. ഇവിടെ ഒരാൾ ചിക്കൻ കഴുകുകയാണ്. ഐ മീൻ കട്ടിങ്ങും ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് മൈ മെത്തേഡ്. ഇതേതാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ വലിഞ്ഞേറി വന്നിരിക്കുന്ന സാധനങ്ങൾ. ഞാൻ മാത്രമാണ് പൊതുവെ ഇവിടെ പണിയെടുക്കാണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഞാൻ സഹായിക്കാറുണ്ട്. ഇല്ല ഡാഡി? ഞാൻ സഹായിക്കാറില്ല ഡാഡി? തലയാട്ട് തിന്നാനോ? ഞാൻ എല്ലാവരും സഹായിക്കാറില്ലേ? ഞാൻ രാവിലെ സഹായിച്ചല്ലോ. കൃത്യം വട്ടത്തിൽ ഞാൻ ആ പൂരി റൗണ്ട് അടിച്ച് തന്നില്ല. അതൊക്കെ ഫോണും കണ്ടുകൊണ്ട് ബെഡിൽ കിടന്ന് എന്നെ വിളിച്ചിട്ട് ഉടുമ്പുണ്ടെന്നും പറഞ്ഞ് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു വിട്ടിരിക്കുക. ഉടുമ്പാണ് ഈ പോണ പോക്ക്. ഞാൻ കാണിച്ചു തരാം. ദാണ്ട പോകുന്നു ഉടുമ്പ്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ എങ്ങനെ എടുക്കാനാ? ഈ കാട്ടിക്കൂടെ കയറി പോകാൻ എന്നെ കൊണ്ട് കഴിയും. ദേ ആ മതിലേ കൂടെ പോണു. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം ഫോട്ടോ എടുക്കുക എന്ന് പെണ്ണങ്ങ് തുടങ്ങും. മമ്മിയുടെ ഓരോ കാര്യം. അയ്യോ, എന്തില്? എൻ്റെ മോന്തേ കാണുന്നത്, മമ്മിയുടെ മോന്തയല്ല. കിട്ടി, പക്ഷെ ക്ലിയർ അല്ല. അത്രയും ദൂരത്ത് എങ്ങനെ എടുക്കുന്നത്? ഇവിടെ ഉടുമ്പൊക്കെ ഉണ്ടോ? ഉടുമ്പിന്റെ കുഞ്ഞാണ്, അത് എവിടെ നിന്നോ വന്നതാ. നോക്കട്ടെ, നോക്കിക്കോ. അയ്യോ, എല്ലാം കാണിക്കില്ലേ? ഒന്ന് കിടന്നപ്പോഴേക്കിടെയും ലിപ്സ്റ്റിക് ഒക്കെ പോയി. ഞാൻ വിചാരിച്ചു ഒന്ന് ലിപ്സ്റ്റിക് ഇടാന്ന്. എന്തായാലും ഡേ ഇൻ മൈ ലൈഫാണല്ലോ. സോ ഈ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് തുറന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റുഡിയോന്ന് മേടിച്ചാണ്. എനിക്കൊരാൾ മേടിച്ചു തന്നാണ്. അത് വേറെ കാര്യം. മാരോൺ കളറൊക്കെ ഇഷ്ടപ്പെടുന്ന, മാരോണാന്ന് തോന്നുന്നു, എന്താ ഒരു കളർ. ഈ കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മേടിക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ആക്ച്വലി ഇത് ഇങ്ങോട്ടാണോ നോക്കണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പറയുക എങ്ങോട്ടേക്കാണ് നോക്കി പറയേണ്ടതെന്ന്. അയ്യോ, ഞാൻ ഭയങ്കര ലിപ്സ്റ്റിക് ഹോളിക്കാണ്. ചിലപ്പോൾ ഞാൻ ഇപ്പം തന്നെ കട്ട് ചെയ്യും കേട്ടോ. കാരണം ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും. എന്നിട്ട് ഞാൻ കയറി കിടന്നുറങ്ങും. ഇതാണ് സ്ഥിരം തൊഴിൽ. ഓക്കെ, ഇന്നിപ്പോൾ നമുക്ക് ഓഫായ കാരണം നമുക്ക് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ എന്താണ്, പിന്നെ കയറി കിടന്നുറങ്ങും. പിന്നെ വേറെ ഒന്നും ഞാൻ ചെയ്യലില്ല. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. സ്ഥിരം ഇങ്ങനെ തന്നെയല്ല, എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ പൊതുവേ ഞാൻ ഇങ്ങനെ നമുക്ക് ഹോളിഡേ ഒക്കെ ഉള്ളപ്പോൾ ഞാൻ കിടന്നുറങ്ങും. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങും. പിന്നെ വൈകുന്നേരം ഒരു 6 മണി 5:30 ആകുമ്പോൾ എണീക്കും, ഒന്ന് കുളിക്കും, വല്ലതും ഞണ്ണും. രാത്രി ഒരു 9 മണിയാകുമ്പോൾ വീണ്ടും ഫുഡ് കഴിക്കും. പിന്നെ BGMA കളിക്കും, നമ്മൾ കിടന്നുറങ്ങും. ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ, അത് പറഞ്ഞപ്പോഴാണ്, ഫ്രീ ടൈമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലും ഉറക്കം അല്ലെങ്കിൽ BGMA കളിക്കുക എന്നുള്ളൊരു ഇതാണ്. എനിക്ക് ഏറ്റവും വലിയ റിലാക്സേഷൻ BGMA കളിക്കുന്നതാണ്. ഓക്കെ, പിന്നെ പിന്നെ എവിടെയോ ചാള ഉറക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ നിന്നിട്ട് മണം സഹിക്കാൻ പറ്റുന്നില്ല. മിനിങ്ങാന്നുണ്ടല്ലോ, മിനിങ്ങാന്ന് ഇവിടെ ഒരു ചേച്ചി മീനും കൊണ്ട് വന്നേ. എൻ്റെ പൊന്നെ, ചാളയും കൊണ്ടാണ് പുള്ളിക്കാരി വന്നേ. അടിപൊളി ടേസ്റ്റുള്ളൊരു ചാള. എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും ടേസ്റ്റുള്ളൊരു ചാള ഞാൻ കഴിച്ചിട്ടില്ല ആഫ്റ്റർ എ ലോങ് ടൈം. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ അതിൻ്റെ എന്തോ ആരോ ചാള ഉറക്കുന്നുണ്ട്. അയ്യോ, ഇവിടെ എന്തായാലും ചാളയല്ല, ഇവിടെ എന്തായാലും ചിക്കനാണ്. സോ അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കുമായിരിക്കും, വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നമുക്കിവിടെ മീൻകുളമുണ്ട്. മീൻ കുളമൊന്നുമല്ല, നമ്മൾ ചെറിയൊരു സെറ്റപ്പിൽ കുറച്ച് മീനെയൊക്കെ വളർത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സിലോപ്പിയായിരുന്നു നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ തവണയും സിലോപ്പിയാന്ന് തോന്നണല്ലേ. തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. 2 വലയാട്ടോ ഇട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളാണ്, വലുതായോന്നറിയില്ല, കാണാനൊന്നും പറ്റത്തില്ല. എത്രത്തോളം കാണാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ ഇതിനെ വൺ ഡേ നമ്മളിത് വലുതായി കഴിയുമ്പോൾ നമ്മളിതിനെ പിടിക്കും കറി വയ്ക്കാൻ. അപ്പോൾ കാണിച്ചു തരാം. ഒടുക്കത്തെ വെയിലാണ്.
അധികം നേരം അവിടെ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ തന്നെ ഫുള്ള് ടാനൊക്കെ അടിച്ച ഒരു വിധത്തിലാണ് കുറച്ചെങ്കിലും ടാൻ മാറ്റിയെടുത്തത്. ഹായ് ബേബി. എല്ലാ വീട്ടിലുള്ള പൂച്ചകൾ പാമ്പിനെ പിടിക്കും. ഇത് പാമ്പിനെ കണ്ടാൽ പാമ്പിനെ പോയി ഉമ്മ വയ്ക്കും. അല്ലേടി? അല്ലേ? ആ അതെ. എങ്ങടാ കയറി വരുന്നത്? വയറിരിക്കണുണ്ടോ ഗൈസ്? തോന്നുന്നൊരു 4-5 കുഞ്ഞുണ്ടെന്ന് തോന്നുന്നു. അവരെണ്ണത്തിനെ പോലെ എനിക്ക് തരില്ല അവള്, ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്താലും. അപ്പം എൻ്റെ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അങ്ങ് എൻഡ് ചെയ്യാമെന്ന്. ബിക്കോസ് ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നുമില്ല. ഇനിയിപ്പോൾ എൻ്റെ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട്. അത് കഴിഞ്ഞൊന്ന് ചായ കുടിക്കും, പിന്നെ ഇച്ചിരി റെസ്റ്റ് എടുക്കും, പിന്നെ രാത്രി ആകുമ്പോൾ ഒന്ന് കിടന്നുറങ്ങും ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നെന്ന് ആഗ്രഹമുണ്ട്. ബട്ട് ഈ ഫോണൊന്ന് പിടിക്കാനായിട്ട് ഇവിടെ ഒരാളില്ല. ഒറ്റയ്ക്ക് ഞാൻ തന്നെയാണ് പിടിക്കുന്നത്. ഇതൊന്ന് വെച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് നിങ്ങൾക്കെല്ലാം കാണിച്ചു തന്നെന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫുള്ള് മൊത്തത്തിൽ കാണിച്ചു തരാം. ഓക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മാത്രമേ ഇല്ലൊന്നുമില്ല, അതുകൊണ്ട് ഷെയർ ചെയ്യണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കമൻസിലൂടെ. ഓക്കെ. ഇപ്പം ആരും കമൻറ്റ് ചെയ്യില്ല എന്നും എനിക്കറിയാം, അത് വേറെ കാര്യം. എല്ലാം എനിക്കറിയാം. എന്നാലും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ചെറിയൊരു സുഖം കിട്ടും. വലിയ എന്തോ സംഭവമാണെന്നാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. അമ്മ അവിടെ നിന്ന് കോക്കിരൂത്ത് തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. ശരിയായെന്ന് തോന്നുന്നു.